ഇന്ന് നമുക്ക് 2025 റിലീസായ ഹൊറർ ഫാന്റസി സിനിമയായ തമ്മയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. കഥ ആരംഭിക്കുന്നത് അലക്സാണ്ടർ കാലഘട്ടത്തിലാണ്. അലക്സാണ്ടറും സൈന്യവും ആളുകൾ ആരും കടക്കാതെ കൊടും കാടിലൂടെ പോകുമ്പോൾ കണ്ണിൽ കാണാനാകാത്ത ശക്തിയുടെ സാന്നിധ്യം മനസ്സിലാകും. അവരുടെ കൂടെയുണ്ടായിരുന്ന വഴികാട്ടി കാട്ടിലെ വേതാളത്തെപ്പറ്റി രാജാവിനോട് പറയുന്നു. ഇനിയും മുന്നോട്ട് പോകുന്നത് അപകടമാണെന്നും പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും കേൾക്കാത്ത അലക്സാണ്ടർ രാജാവ് മുന്നോട്ട് തന്നെ പോകുന്നു. എന്നാൽ വീണ്ടും കണ്ണിൽ കാണും വിധം ആരെയോ കാണുകയാണ്. പോയി നോക്കുവാനായിട്ട് വഴികാട്ടിയോടും പറയുന്നു. എന്നാൽ വഴികാട്ടി ആരെയും തന്നെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അതേ സമയം തന്നെ കാട്ടിലുള്ള യക്ഷസാൻ എന്ന വേതാളവും വേതാളത്തിന്റെ പടയും അലക്സാണ്ടറിനെ നോക്കിയെത്തുകയും അലക്സാണ്ടറിനെയും സൈന്യത്തെയും കടിച്ച് ചോര കുടിക്കുകയും ചെയ്തു. ആ ഒരു സീൻ അവിടെ കട്ടായി പിന്നീട് പ്രസന്റ് സിറ്റുവേഷനാണ് കാണിക്കുന്നത്. കഥാനായകനായ അലോക്. അലോക് ആണെങ്കിലോ ഒരു ചാനലിൽ വർക്ക് ചെയ്യുകയാണ്. ഈ അലോകിന്റെ സ്വഭാവം എന്തെന്നാൽ ചെറിയ കാര്യത്തിന് പോലും അലോക് വല്ലാതെ പേടിക്കും. അങ്ങനെയുള്ള സ്വഭാവമുള്ള അലോക് ഒരു ദിവസം കൂട്ടുകാർക്കൊപ്പം കാട്ടിലൂടെ ട്രക്കിങ്ങിന് പോവുകയായിരുന്നു. അവിടെ വെച്ച് അലോകിനെയും കൂട്ടുകാരെയും ഒരു കരടി ആക്രമിക്കുവാനായും എത്തി. എന്നാൽ കൂട്ടുകാരാണെങ്കിൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെടും. പക്ഷെ അലോക് കരടിയുടെ കയ്യിൽ പെട്ടുപോകുന്നു. കരടിയാണെങ്കിലോ അലോകിനെ ഒരുപാട് ഉപദ്രവിക്കും. എന്നാൽ അവിടേക്ക് അലോകിനെ രക്ഷിക്കുവാനായിട്ട് താരിക എന്ന പെൺകുട്ടി വരികയാണ്. അവളാണ് കഥാനായിക. ബോധം പറ്റി കിടക്കുന്ന അലോകിനെ കരടിയിൽ നിന്നും രക്ഷിച്ചത് താരികയായിരുന്നു. കരടിയെ ഓടിച്ചുവിട്ട താരിക അലോകിനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കിടത്തും. അലോകിന്റെ ഹാർട്ട് ബീറ്റൊക്കെ അവൾ ചെക്ക് ചെയ്ത് നോക്കും. അവന് ജീവനുണ്ട് എന്ന് മനസ്സിലായതോടുകൂടി താരികയ്ക്ക് ഒരുപാട് സമാധാനമാകും. അതേസമയം തന്നെ കണ്ണു തുറന്ന അലോക് താരികയെ ഒന്ന് നോക്കിയിട്ട് അവൻ വീണ്ടും ഉറക്കത്തിലേക്ക് പോകുന്നു. അങ്ങനെ താരികയും സമാധാനത്തോടു കൂടി അവിടെ കിടന്നുറങ്ങുകയായിരുന്നു. എന്നാൽ കണ്ണു തുറന്നു നോക്കുന്ന താരിക അലോകിനെ കാണില്ല. അവൾ അവിടെ മാറിയ അലോകിനെ അന്വേഷിക്കും. പുറത്തു നിൽക്കുന്ന അലോകിനെ കണ്ടതും താരികയ്ക്ക് സമാധാനമായി. നിങ്ങൾ വിചാരിക്കും പോലൊരു സ്ഥലമല്ല ഇത്. ഇവിടെ നിങ്ങൾക്ക് ഒട്ടും സേഫ്റ്റി ഇല്ല. അതുകൊണ്ട് അധികമൊന്നും അങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നത് ശരിയല്ല. നിങ്ങൾക്ക് എന്ത് വേണമോ അത് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന് തരാമെന്ന് പറയും. എന്നാൽ അലോക് പറയുന്നത് തനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. എന്തെങ്കിലും കിട്ടുമോ എന്നറിയുവാൻ വേണ്ടിയിട്ടാ പുറത്തു വന്നതെന്നും അലോക് പറയുന്നു. നിങ്ങൾ അകത്തേക്ക് വന്നിരിക്കെ. നിങ്ങൾ ഏകദേശം ഓക്കെ ആകുന്ന സമയത്ത് ഞാൻ തന്നെ നിങ്ങളെ സേഫായിട്ട് നിങ്ങളുടെ സ്ഥലത്ത് കൊണ്ടുവന്ന് വിടാമെന്നും താരിക പറയുന്നു. താരിക അലോകിന് കഴിക്കുവാൻ വേണ്ടിയിട്ട് അവളെ കൊണ്ട് പറ്റുന്ന വിധം ആഹാരമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അങ്ങനെ അവർക്കിടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വളരുകയാണ്. മാത്രവുമല്ല താരികയെ കാണാൻ നല്ല സുന്ദരിയും. അവന്റെ കാര്യങ്ങളെല്ലാം അവൾ നന്നായി നോക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അലോകിന് താരികയോട് പ്രണയം തോന്നുന്നു. ഒരു ദിവസം രണ്ടുപേരും ഗുഹയ്ക്കുള്ളിൽ ഇരിക്കുന്ന സമയം രാത്രിയായപ്പോൾ അലോകാണെങ്കിലോ താരികയെ കിസ് ചെയ്യുവാനായും പോകുന്നു. അപ്പോൾ താരികയുടെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടാകും. അവൾക്ക് രണ്ട് കൂർത്ത പല്ലുകൾ പുറത്തേക്ക് വരുന്നു. മാത്രമല്ല അലോകിനെ കടിച്ചു കീറി അവന്റെ രക്തം കുടിക്കണമെന്നും അവൾക്ക് തോന്നുന്നു. പക്ഷേ അവളത് ചെയ്യില്ല. അവൾ അവിടെ നിന്നും ഒഴിഞ്ഞുമാറി പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ മറ്റൊരു വശത്ത് അതേ രാത്രി തന്നെ ഒരു വേതാളത്തിനെ കാണിക്കുന്നു. വേതാളമാണെങ്കിലോ ഇര പിടിക്കുവാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഒരു കരടിയെ പിടിച്ച് അതിന്റെ രക്തം കുടിച്ചിട്ട് നേരെ തന്റെ ആളുകളൊക്കെയുള്ള തന്റെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. അവിടെ ഇവനെ പോലെ തന്നെ ഒരുപാട് വേതാളങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ അവരുടെ ദേവതയ്ക്ക് വേണ്ടിയിട്ട് പൂജയും നടക്കുകയാണ്. കരടിയുടെ രക്തം കൊണ്ടാണ് പൂജ നടത്തുന്നതും. അതിനുശേഷം ആ കരടിയെ നേരെ കൊണ്ടുവരുന്നത് ഗുഹയ്ക്കുള്ളിൽ അടച്ചിരിക്കുന്ന യക്ഷസാൻ എന്ന ആ വേതാളത്തിന്റെ അടുത്തേക്കായിരുന്നു. എന്നാൽ യക്ഷസാൻ ആണെങ്കിലോ കരടിയെ എടുക്കില്ല. പകരം പറയുന്നത് എനിക്ക് മൃഗത്തിന്റെ രക്തമല്ല വേണ്ടത്, എനിക്ക് മനുഷ്യന്റെ രക്തം വേണം, എനിക്കത് കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞ് യക്ഷസാൻ വല്ലാതെ അലറുന്നു. അത് കാരണം ബാക്കിയുള്ള വേതാളങ്ങളാണെങ്കിലോ മനുഷ്യനെ കിട്ടുമോ എന്ന് അന്വേഷിച്ച് കാട്ടിലേക്ക് ഇറങ്ങുകയാണ്. അതേസമയം തന്നെ താരികയെ കാണാതെ അലോകാണെങ്കിലോ അവളെ അന്വേഷിച്ച് കാട്ടിലൂടെ നടക്കുകയാണ്. എന്നാൽ അവസാനം അലോക് വന്ന് പെട്ടതോ മനുഷ്യനെ അന്വേഷിച്ച് നടക്കുന്ന വേതാളങ്ങൾക്ക് മുന്നിലേക്ക്. അവരാണെങ്കിൽ അലോകിനെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് ഒരുങ്ങും. ആ ഒരു വിവരം പറഞ്ഞ് താരിക അവിടേക്ക് എത്തുകയാണ്. താരികയ്ക്ക് കാര്യം മനസ്സിലായി. അലോകിനെ കൂട്ടിക്കൊണ്ടു പോകരുത്. അവൻ വഴിതെറ്റി കാട്ടിലേക്ക് വന്നതാ, അവനൊരു പാവമാണെന്നൊക്കെ വേതാളത്തിനോട് പറഞ്ഞു നോക്കും. പക്ഷേ വേതാളങ്ങൾ പറയുന്നതോ ഗുഹയ്ക്കുള്ളിൽ കഴിയുന്ന യക്ഷസൻ മനുഷ്യരക്തം കുടിക്കുവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാ. യക്ഷസാന് മനുഷ്യരക്തം വേണം, അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇവനെ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് അലോകിനെ അടിച്ച് അവരവനെ തൂക്കിക്കൊണ്ടു പോകുന്നു. അത് കാണുന്ന താരികയ്ക്ക് എങ്ങനെയെങ്കിലും അവനെ രക്ഷിച്ചേ പറ്റുമെന്ന് തോന്നലുണ്ടാകുന്നു. ഉടനെ തന്നെ താരിക അവരുടെ പിന്നാലെ പോകും. അവിടെ വെച്ച് അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഗുരുജിയെ കാണുന്നു. ഗുരുജിയോട് അവൾ കാര്യങ്ങളെല്ലാം പറയും. എന്നാൽ ഗുരുജിയാണെങ്കിലോ അലോകിനെ വെറുതെ വിടുവാനായിട്ടും പറയുകയാണ്.
പക്ഷേ വേതാളങ്ങൾക്ക് അതിന് കഴിയില്ല. എങ്ങനെയെങ്കിലും അവർക്ക് യക്ഷസന്റെ ആ ഒരു ദാഹം മാറ്റണം. പക്ഷേ മറ്റുള്ള വേതാളങ്ങൾ അലോകിനെ വിട്ടുകളയുവാനായിട്ടും തീരുമാനിച്ചില്ല. അവർക്ക് എങ്ങനെയെങ്കിലും അലോകിനെ കൊണ്ടുവന്ന് യക്ഷസന് കൊടുത്ത് യക്ഷസന്റെ ദാഹം ശമിപ്പിക്കണം. അത് മാത്രമായിരുന്നു ചിന്ത. ഉടനെ തന്നെ അവർ ഗുരുജി പറയുന്നത് കേൾക്കാതെ യക്ഷസനെ പൂട്ടിയിട്ടിരുന്ന ആ ഒരു ഗുഹയിലേക്ക് അലോകിനെ കൊണ്ടുവന്ന് തള്ളും. അലോക് നേരെ യക്ഷസന്റെ മുന്നിലേക്ക് വരുന്നു. യക്ഷസനെ കണ്ടതും ആദ്യം മനുഷ്യനാണെന്നാണ് അലോക് കരുതിയത്. മനുഷ്യനെ പോലെ തന്നെയാണല്ലോ യക്ഷസൻ കാണാനിരിക്കുന്നതും. മാത്രവുമല്ല ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ യക്ഷസനാണെങ്കിൽ അലോകിനോട് ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കും. അത് കേട്ട് അലോക് ചോദിക്കുന്നുണ്ട്, ഓഹോ, ഈ ഗുഹയിൽ കഴിയുന്ന നിങ്ങൾക്ക് ഇംഗ്ലീഷൊക്കെ അറിയാമോ? അതിന് മറുപടിയായിട്ട് യക്ഷസൻ പറയുന്നതോ, ഞാനേ ഒരുപാട് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ രക്തമൊക്കെ കുടിച്ചിട്ടുള്ളതാ. അങ്ങനെ എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാമെന്നുള്ള കാര്യം യക്ഷസൻ പറയുന്നു. എന്നിട്ട് ഉടനെ തന്നെ അലോകിന്റെ രക്തം കുടിക്കുവാൻ വേണ്ടിയിട്ട് യക്ഷസൻ ആണെങ്കിലോ തന്റെ രണ്ട് കൂർത്ത പല്ലുകൾ പുറത്തേക്കിടും. അത് കണ്ടതും അലോക് വല്ലാതെ പേടിക്കുന്നു. അതേ സമയം തന്നെയായിരുന്നു താരിക അവിടേക്ക് വന്നതും അലോകിനെ രക്ഷിച്ചു കൊണ്ടുപോകുന്നതും. അവർക്ക് പിന്നാലെ ബാക്കിയുള്ള വേതാളങ്ങളും അവരെ ഫോളോ ചെയ്തു പോകുന്നുണ്ട്. ഒരുപാട് വേതാളങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ താരികയ്ക്ക് വല്ലാതെ പേടിയാകുന്നു. അലോകിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് മാത്രമേ അവൾക്കുള്ളൂ. പക്ഷേ ഇത്രയും വേതാളങ്ങൾക്കിടയിൽ നിന്നും എങ്ങനെ അവനെ രക്ഷിക്കാനാ എന്നുള്ള ഭയം അവൾക്കുണ്ടാകുന്നു. അവസാനം അലോകിനെ കൊണ്ട് ഓടി ഓടി റോഡിന് വശത്തേക്കെത്തുന്നു. വലിയൊരു കുഴിയുണ്ട്. ആ കുഴി ചാടിക്കടന്നാൽ റോഡാണ്. റോഡ് കാണിച്ചു കൊടുത്തിട്ട് നീ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ടു പോകുവാനായിട്ടും അലോകിനോട് താരിക പറയും. പക്ഷേ അലോക് താരികയെ വിട്ടിട്ട് പോകുവാനായിട്ടുള്ള മനസ്സ് അവനില്ലായിരുന്നു. എങ്ങനെയെങ്കിലും തന്നോടൊപ്പം അവളെയും കൂട്ടിക്കൊണ്ടു പോവുക, അത് തന്നെയായിരുന്നു അവന്റെ ലക്ഷ്യവും. അതുകൊണ്ട് തന്നെ ആ കുഴിയിലേക്ക് താരികയും കൊണ്ടാണ് അലോക് എടുത്ത് ചാടുന്നതും. റോഡിലേക്ക് ചാടിയ അവർ വേതാളങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അതുവഴി പോകുന്ന ഒരു വണ്ടിയിൽ കയറി നേരെ അവന്റെ നാട്ടിലേക്ക് എത്തുന്നു. അലോക് നേരെ വരുന്നത് അവന്റെ വീട്ടിലേക്കാണ്. പക്ഷേ അലോക് മരിച്ചുപോയെന്ന് കരുതി അലോകിന്റെ അച്ഛനും അമ്മയും അവന്റെ ഫോട്ടോയും വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ അലോകിനെ കണ്ടതും അച്ഛനും അമ്മയും ഞെട്ടിപ്പോകും. അവർക്ക് ഒരുപാട് സന്തോഷമാകും. പക്ഷേ അലോകിന്റെ അച്ഛൻ അത്ര വിശ്വാസം വന്നില്ല. അവനെ വിളിച്ചൊരു റൂമിൽ കൊണ്ടുപോയി അടച്ചിട്ടിട്ട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾക്കെല്ലാം അലോക് കൃത്യമായി ഉത്തരം പറഞ്ഞതുകൊണ്ട് തന്നെ വന്നത് തന്റെ മകനാണെന്നും അച്ഛൻ ഉറപ്പിക്കും. താരികയെ കണ്ട അലോകിന്റെ അച്ഛൻ, അല്ല, ഈ പെൺകുട്ടി ആരാ എന്ന് ചോദിക്കും. അതിന് മറുപടിയായിട്ട് അലോക് പറയുന്നത്, ഇവളുടെ പേര് താരിക. താരികയാണ് എന്നെ കരടിയുടെ കയ്യിൽ നിന്നും രക്ഷിച്ചത്. താരികയുള്ളത് കൊണ്ടാ ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നതും. താരികയുടെ അച്ഛനാണെങ്കിലോ അവൾക്കൊരു കല്യാണം ആലോചിച്ചു. പക്ഷേ അവൾക്ക് അതിനൊട്ടും താല്പര്യമില്ല. അതുകൊണ്ട് അവൾ വീട് വിട്ടിറങ്ങിയതാ. നമ്മൾ വേണ്ടേ അവളെ ഒന്ന് സംരക്ഷിക്കാൻ. എന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ എന്നൊക്കെ അലോക് പറയുന്നത് കൊണ്ട് തന്നെ അന്നേ ദിവസം അവിടെ താമസിക്കുവാനായിട്ട് അലോകിന്റെ അച്ഛനും അമ്മയും സമ്മതിക്കുന്നു. അങ്ങനെ രാത്രി അവർ ഫുഡ് കഴിക്കുവാനായി ഇരിക്കുന്ന സമയം താരികയാണെങ്കിലോ നോൺ വെജ് അല്ലേ കഴിക്കുന്നത്. പക്ഷേ അലോകിന്റെ വീട്ടുകാരാണെങ്കിലോ വെജിറ്റേറിയൻ ആണ്. താരികയ്ക്കാണെങ്കിൽ ആ ഒരു ആഹാരമൊന്നും പിടിക്കുന്നതേയില്ല. എനിക്ക് നോൺ വെജ് വേണമെന്ന് അവൾ പറയുമ്പോഴോ അതൊന്നും നടക്കത്തില്ല എന്നാണ് അലോക് പറയുന്നതും. ആഹാരം കഴിക്കുവാനായി എടുക്കുന്ന സമയം തന്നെ താരിക വല്ലാതെ തുമ്മുന്നു. എന്നാൽ അവൾ തുമ്മുന്ന സമയം തന്നെ അവിടെയുണ്ടായിരുന്ന കണ്ണാടി പൊട്ടിത്തെറിക്കും. അതോടുകൂടി അലോകിന്റെ അച്ഛനും അമ്മയ്ക്കും വല്ലാതെ പേടിയാകും. മാത്രവുമല്ല താരിക എന്നുള്ള സംശയവുമൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. അന്നേ ദിവസം അലോകിനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന താരിക അവിടെ ഒരു നായ്ക്കുട്ടിയെ കാണുന്നു. ഉടനെ തന്നെ നായ്ക്കുട്ടിയെ കണ്ട താരിക അവിടെ നിന്നും പറന്ന് നായ്ക്കുട്ടിക്ക് അടുത്തേക്ക് എത്തും. ഇതാണെങ്കിലോ അലോകിന്റെ അച്ഛൻ കാണും. ഉടനെ തന്നെ അച്ഛനാണെങ്കിലോ താരിക പറന്നു പോകുന്നത് ഞാൻ കണ്ടു എന്ന് അമ്മയോട് ചെന്ന് പറയും. പക്ഷേ അതൊന്നും അമ്മ വിശ്വസിക്കത്തേയില്ല. എന്നാൽ ആ നായ്ക്കുട്ടിയെ പിടിച്ച് താരിക അതിനെ കടിച്ചതിന്റെ രക്തം കുടിക്കുവാനായി പോകുന്ന സമയം തന്നെയായിരുന്നു അലോക് അവിടേക്കെത്തി നായ്ക്കുട്ടിയെ അവളുടെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നത്. താരികയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് അലോകിന് മനസ്സിലായി. ഉടനെ അവനാണെങ്കിലോ താരികയും കൂട്ടി നേരെ പബ്ബിലേക്ക് പോകുന്നു. അവിടെ റെഡ് വൈൻ ഇരിക്കുന്നത് കണ്ട താരിക അത് ബ്ലഡ് ആണെന്ന് കരുതി അതെടുത്ത് കുടിക്കുവാനായും തുടങ്ങി. അതോടുകൂടി താരികയുടെ സ്വയബോധം പോയി അവൾ അവിടെ കിടന്ന് ഡാൻസ് കളിക്കും. അതെല്ലാം കഴിഞ്ഞ് അവളെയും കൂട്ടി അവൻ വരുന്ന വഴിയിൽ കുറച്ച് പയ്യന്മാരാണെങ്കിലോ അവരെ ഒരുപാട് ശല്യം ചെയ്യുന്നു. ശല്യം ചെയ്യാനെത്തിയ പയ്യന്മാരെയെല്ലാം അലോക് അവിടെ നിന്നും ഓടിച്ചു വിടുവാനായി ശ്രമിക്കും. എന്നാൽ അവരാണെങ്കിലോ അലോകിനെ തല്ലുന്നു. അത് കണ്ടിട്ട് താരികയ്ക്ക് സഹിച്ചില്ല. താരികയാണെങ്കിൽ അവരെ തല്ലുകയും അവളുടെ യഥാർത്ഥ രൂപം അവരെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അത് കണ്ട് അവർക്ക് വല്ലാതെ പേടിയായി. മാത്രവുമല്ല അവരെ കടിച്ച് അവരുടെ രക്തം കുടിക്കണമെന്നും അവൾക്ക് തോന്നുന്നു. അതിനായി പോകുന്ന താരികയെ അലോക് തടഞ്ഞിട്ട് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. താരികയുടെ രൂപമെല്ലാം കണ്ടിട്ട് അലോകിനും വല്ലാതെ പേടിയാകുന്നു. അവൻ അവളോട് ചോദിക്കുന്നു, സത്യത്തിൽ നീ ആരാ? നീ നേരത്തെ ഒരു നായ്ക്കുട്ടിയെ കടിച്ച് അതിന്റെ രക്തം കുടിക്കുവാനായി പോയി. ദേ ഇപ്പോൾ മനുഷ്യനെയും.
നീ യഥാർത്ഥത്തിൽ ഒരു വാമ്പയർ ആണോ എന്ന് ചോദിക്കും. എന്നാൽ അതിന് മറുപടിയായിട്ട് താരിക പറയുന്നത്, അല്ല, ഞാനൊരു വേതാളമാണ്. എനിക്ക് രക്തം കുടിക്കാതെ ജീവിക്കാനാകില്ല എന്ന് പറഞ്ഞ് വേതാളങ്ങളെക്കുറിച്ച് താരികയാണെങ്കിലോ അലോകിനോട് പറയുവാനായും ആരംഭിക്കുന്നു. ഈ വേതാളങ്ങൾ മോശമായ മനുഷ്യരുടെ രക്തം കുടിച്ചായിരുന്നു ജീവിച്ചുകൊണ്ടേയിരുന്നതും. എന്നാൽ ഈ മോശമായ മനുഷ്യർ നല്ല മനുഷ്യരെയെല്ലാം കൊന്നൊടുക്കുവാനായും തുടങ്ങി. അത് കാണുന്ന വേതാളങ്ങൾക്ക് വല്ലാതെ സങ്കടം വരുവാനായും തുടങ്ങി. അതോടുകൂടി മോശമായ ആളുകളുടെ രക്തത്തിൽ വിഷമുണ്ടെന്നും അത് കുടിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് ആപത്താണെന്നും മനസ്സിലാക്കിയ വേതാളങ്ങളാണെങ്കിലോ അന്നു മുതൽ മനുഷ്യരുടെ രക്തം കുടിക്കില്ല എന്നും തീരുമാനിച്ചു. മൃഗങ്ങളെയൊക്കെ വേട്ടയാടിയാണ് അവർ രക്തം കുടിച്ചുകൊണ്ടിരുന്നതും. എന്നാൽ അവരുടെ ആ ഒരു തീരുമാനത്തിന് എതിരായിട്ട് യക്ഷസാൻ എന്ന വേതാളമാണെങ്കിലോ മനുഷ്യരുടെ രക്തം കുടിച്ചു. അവരുടെ നിയമങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് യക്ഷസാൻ പ്രവർത്തിച്ചതുകൊണ്ടാണ് യക്ഷസനെ ഗുഹയ്ക്കുള്ളിൽ പൂട്ടിയിട്ടിരിക്കുന്നതും. ഈ കാര്യങ്ങളെല്ലാം താരിക അലോകിനോട് പറയുന്നു. എന്നാൽ അത് കേട്ട അലോക് താരികയെ വെറുക്കുകയൊന്നും ചെയ്തില്ല. അവളോടൊപ്പം തന്നെ നിൽക്കുകയാണ്. അതേ സമയമായിരുന്നു ഒരു ഇൻസ്പെക്ടർ അവിടേക്ക് വരുന്നതും. താരിക അടിച്ച ആ പയ്യന്മാരെല്ലാവരും ചത്തുപോയി. ഇൻസ്പെക്ടർ ആണെങ്കിലോ താരികയെ ഒരു റൂമിലേക്ക് മാറ്റി നിർത്തി സംസാരിക്കും. സത്യത്തിൽ ആ ഒരു ഇൻസ്പെക്ടർ വേതാളമായിരുന്നു. വേതാളമായ അയാൾ ഇൻസ്പെക്ടറായി ഡ്യൂട്ടി ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് നല്ലത് ചെയ്ത് അവരെ രക്ഷിക്കുകയാണ് ചെയ്യുന്നതും. ഇപ്പോൾ ആ 4 പയ്യന്മാർ മരിച്ചതുകൊണ്ട് തന്നെ താരികയാണെന്ന് കരുതി അവളുടെ അടുത്തേക്ക് എത്തുകയാണല്ലോ ഇൻസ്പെക്ടർ. പക്ഷേ യഥാർത്ഥത്തിൽ ആ 4 പയ്യന്മാരെയും കൊന്നത് താരികയല്ലായിരുന്നു. യക്ഷസാന്റെ കൂടെയുള്ള വേതാളങ്ങളാണ് വന്ന് അവരെ കൊന്ന് അവരുടെ രക്തം കുടിച്ചിട്ട് പോയതും. പക്ഷേ ഇൻസ്പെക്ടറായ വേതാളം കരുതിയത് താരികയാണത് ചെയ്തതെന്നാണ്. താരികയോട് പറയുന്നുണ്ട്, ഇനിയും നീ ഇവിടെ നിൽക്കാൻ പാടില്ല. അങ്ങനെ നിന്നു കഴിഞ്ഞാൽ നിനക്ക് മനുഷ്യരക്തം കുടിക്കണമെന്ന് തോന്നും. അതുകൊണ്ട് തന്നെ അലോകിനെയും ഫാമിലിയും വിട്ട് നീ ദൂരെ പോകണമെന്നും ഇൻസ്പെക്ടർ പറയുന്നു. അതനുസരിച്ച് താരികയാണെങ്കിലോ അലോകിനെ വിട്ട് പോകുവാനായും തീരുമാനിക്കും. ഞാനിനി നിന്നോടൊപ്പം നിന്നാൽ നിന്റെ ജീവന് പോലും അത് ആപത്താണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്നും അലോകിനോട് താരിക പറയും. പക്ഷേ താരികയെ കൂടെ നിർത്തണമെന്നും അലോക് വിചാരിക്കും. എന്നാൽ താരിക താൻ ഇനി ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് ഒരു ബസ്സിൽ കയറി പോവുകയാണ്. താരിക പോകുന്നതിന് പിന്നാലെ കാറും എടുത്ത് അവളെ ഫോളോ ചെയ്ത് അവളെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ട് വരണമെന്ന് കരുതി അലോകും പോകുന്നുണ്ട്. പോകുന്ന വഴിയിൽ വെച്ച് അലോകിന്റെ കാർ ആക്സിഡന്റ് ആകുന്നു. അലോകിന്റെ കാറ് ആക്സിഡന്റ് ആകുന്നത് കാണുന്ന താരിക അവിടേക്ക് ഓടി വരും. അപ്പോഴേക്കും അലോക് മരണപ്പെട്ടിരുന്നു. അത് കാണുന്ന താരിക ഉറക്കെ കരയും. എന്നാൽ അവരുടെ നിയമങ്ങൾക്ക് അതീതമായിട്ടൊരു കാര്യമുണ്ട്. ആ ഒരു കാര്യം താരിക ചെയ്യുന്നു. താരിക അലോകിനെ കടിക്കും. എന്നാലും അലോകിന് ജീവൻ വരുന്നതേയില്ല. ഉടനെ തന്നെ അവൾ അലോകിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഡോക്ടർമാരൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടും അലോകിന് ജീവൻ വരുന്നില്ല. അവൻ മരണപ്പെട്ടു എന്ന് തന്നെ ഡോക്ടർമാർ വിധിയെഴുതുന്നു. അത് കേട്ട് അവന്റെ അച്ഛനും അമ്മയും ഒക്കെ പൊട്ടിക്കരയും. എന്നാൽ കുറെ നേരം കഴിഞ്ഞതും അലോക് ആണെങ്കിൽ കോൺഷ്യസ് ആവുകയാണ്. അലോകിന് ബോധം വന്ന ഉടനെ തന്നെ അവന്റെ ദേഹത്തുണ്ടായിരുന്ന മുറിവുകളെല്ലാം അപ്രത്യക്ഷമായി. അവൻ വേഗം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ബ്ലഡ് ബാങ്കിലേക്ക് പോയി. അവിടെ ചെന്ന് അവിടുത്തെ രക്തങ്ങളെല്ലാം അവൻ കുടിച്ചു. അപ്പോഴാണ് താനും ഒരു വേതാളമായി മാറി എന്നുള്ള കാര്യം അലോകിന് മനസ്സിലായത്. അലോക് ആ ഒരു കാര്യം താരികയോട് ചോദിക്കുന്നുമുണ്ട്. എനിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ല. ഞാനും നിന്നെ പോലെ വേതാളമായി മാറിയോ? അയ്യോ, ഞാനും ഇനി രക്തം കുടിച്ച് ജീവിക്കേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞ് അവൻ വല്ലാതെ വെപ്രാളപ്പെടുന്നു. മാത്രവുമല്ല അവനും കൂർത്ത പല്ലുകളൊക്കെ വന്നിരുന്നു. അതെല്ലാം കണ്ട് അലറി വിളിക്കുകയാണ് അലോക്. എന്നാൽ താരികയാണെങ്കിലോ അവനെ കിസ് ചെയ്യും. അപ്പോഴേക്കും അവന്റെ പല്ലുകളെല്ലാം അകത്തേക്ക് കയറിപ്പോയിരുന്നു. വേതാളങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നുള്ള കഥ താരിക അലോകിന് പറഞ്ഞു കൊടുക്കും. രക്തബീജൻ എന്നൊരു അസുരനുണ്ടായിരുന്നു. ഈ അസുരൻ ദേവന്മാരെയൊക്കെ വല്ലാതെ ദ്രോഹിക്കുമായിരുന്നു. അവസാനം ദേവന്മാർ രക്തബീജന് മുന്നിൽ തോറ്റുപോയി. എന്നാൽ ദേവന്മാർ അഭയം പ്രാപിച്ചെത്തിയത് കാളിദേവിക്കടുത്തായിരുന്നു. കാളിദേവി രക്തബീജനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് അവതരിക്കും. പക്ഷേ രക്തബീജനെ കൊല്ലുവാനായി ശ്രമിക്കുന്ന സമയത്ത് രക്തബീജന്റെ ദേഹത്ത് നിന്നും തെറിക്കുന്ന ഓരോ തുള്ളി രക്തത്തിൽ നിന്നും വീണ്ടും രക്തബീജ അസുരന്മാർ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അത് കാരണം കാളിദേവി വേതാളങ്ങളെ സൃഷ്ടിച്ചു. ഓരോ തുള്ളി രക്തങ്ങളും താഴെ തെറിക്കാതെ അതെല്ലാം വേതാളങ്ങൾ കുടിക്കണമെന്നും കാളിദേവി പറഞ്ഞിരുന്നു. അങ്ങനെയാണ് വേതാളങ്ങൾ രൂപപ്പെട്ടത്. വേതാളങ്ങളൊക്കെ നല്ലവരാണെന്നും അവർ മനുഷ്യർക്ക് ഒരു ദ്രോഹവും ചെയ്യില്ല എന്നും മനുഷ്യർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളാണ് വേതാളങ്ങൾ ചെയ്യുന്നത്, അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേതാളങ്ങൾ ഇരുട്ടിൽ ജീവിക്കുന്നതെന്നും താരിക അലോകിനോട് പറയുന്നു. പക്ഷേ അവരുടെ തലവനായിട്ടുള്ള ആളാണെങ്കിലോ മനുഷ്യരെ കൊന്ന് അവരുടെ രക്തം കുടിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ തന്നെ രൂപീകരിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെന്നും താരിക പറയുന്നുണ്ട്. അലോക് ഈ കഥകളെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്.
അങ്ങനെ അലോക് താനും ഒരു വേതാളമായി മാറി എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അടുത്ത ദിവസം ഓഫീസിലേക്ക് പോവുകയാണ് അലോക്. പോകുന്ന വഴിയിൽ ലിഫ്റ്റ് കേടായത് കൊണ്ട് തന്നെ അലോക് ആണെങ്കിലോ നേരെ പറന്നാണ് തന്റെ ഓഫീസിലേക്ക് കയറുന്നതും. അലോകിന് കുറച്ച് സൂപ്പർ പവേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു കാര്യം അവന് മനസ്സിലായി. അങ്ങനെ താരികയാണെങ്കിലോ അവന് കിട്ടിയ സൂപ്പർ പവേഴ്സ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കണമെന്നും അവൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അവൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതൊക്കെ പറന്നായിരുന്നു വരുന്നത്. ഒരു ദിവസം ജനൽ വഴി അലോക് കയറി വരുന്നത് അവന്റെ അച്ഛൻ കാണും. നീ എന്താ വാതിലിലൂടെ കയറി വരാതെ ജനലിലൂടെ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ താരിക അച്ഛനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയും. താനൊരു വേതാളമാണെന്നും അന്ന് ആക്സിഡന്റിൽ അലോക് മരണപ്പെട്ടു. അവനെ താൻ കടിച്ചതുകൊണ്ടാണ് അവന് ജീവൻ വന്നത്. അലോകും ഇപ്പോൾ ഒരു വേതാളമാണെന്നും ഞങ്ങൾ രണ്ടുപേരും പ്രണയത്തിലാണെന്നുമുള്ള കാര്യം താരിക പറയുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് അച്ഛൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. നീ എന്തിനാ എന്റെ മകനെ വേതാളമാക്കി മാറ്റിയത്? നിനക്ക് നിന്റെ ആളുകളിൽ നിന്നും ഒരാളെ കണ്ടെത്താനാകില്ല എന്ന് പറഞ്ഞ് താരികയെ ഒരുപാട് വഴക്ക് പറയും. എന്നിട്ട് അച്ഛനാണെങ്കിലോ തന്റെ മകൻ മരിച്ചു പോയല്ലോ, ഇപ്പോഴുള്ളത് വേതാളമാണല്ലോ എന്നൊക്കെ ഓർത്ത് ഒരുപാട് കരയും. ആ സീൻ അവിടെ കട്ടായി. പിന്നീട് ഫാദറിനെയാണ് കാണിക്കുന്നത്. ഫാദറിനെ കാണുന്നതിന് വേണ്ടിയിട്ട് ജനാർദ്ദനും ജനാർദ്ദന്റെ കൂട്ടുകാരനും വരുന്നു. ജനാർദ്ദൻ ഭാസ്കറിനെ പറ്റി ഫാദറിനോട് പറയുന്നു. ഫാദറെ, ഞങ്ങളുടെ പയ്യൻ ഭാസ്കറിന് പഴയതുപോലെ ചെന്നായിയാകാൻ പറ്റുന്നില്ല. അവനൊരു രാക്ഷസനുമായി ഫൈറ്റ് ചെയ്തിരുന്നു. രാക്ഷസനിൽ നിന്നും അവന് അടി കിട്ടിയിരുന്നു. അതിനുശേഷം അവന് ചെന്നായിയാകാൻ കഴിയുന്നില്ല. ഇനി എന്താണൊരു വഴിയെന്ന് ജനാർദ്ദൻ ചോദിക്കുമ്പോൾ ഫാദർ പറയുന്നത് മനുഷ്യരക്തം കുടിക്കുന്ന വേതാളമുണ്ട്. ആ വേതാളത്തിന്റെ രക്തം ഭാസ്കർ കുടിച്ചാൽ അവന് പഴയതുപോലെ ചെന്നായിയായി മാറുവാൻ കഴിയുമെന്നും ഫാദർ പറയുന്നു. ജനാർദ്ദനും കൂട്ടുകാരും പോയ അതേ സമയം തന്നെയായിരുന്നു അലോകിനെയും കൂട്ടി അച്ഛൻ ഫാദറിനെ കാണുവാനേയും വരുന്നത്. അലോകിന്റെ കാര്യമൊക്കെ ഫാദറിനോട് അച്ഛൻ തുറന്നു പറയും. അലോകിന്റെ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞ ഫാദർ അലോക് ഒരു വേതാളമായി മാറിക്കഴിഞ്ഞുവെന്നും അച്ഛനോട് പറയുന്നു. അത് കേട്ട അച്ഛൻ സങ്കടത്തോടു കൂടി ഫാദറിനോട് ചോദിക്കുന്നുണ്ട്, ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? അതിന് മറുപടിയായിട്ട് ഫാദർ പറയുന്നത്, ഒരു മനുഷ്യനെ വേതാളമാക്കി മാറ്റാൻ കഴിയും, പക്ഷേ ഒരു വേതാളത്തിനെ മനുഷ്യനാക്കി മാറ്റാൻ കഴിയില്ല. ഇതിനൊരു പരിഹാരവുമില്ല എന്ന് പറയും. മനസ്സ് തകർന്ന വേദനയിലാണ് അച്ഛൻ അലോകിനെ കൂട്ടി അവിടെ നിന്ന് പോകുന്നതും. അലോക് പോയ ഉടനെ തന്നെ ജനാർദ്ദനെ തിരിച്ചു വിളിച്ച ഫാദർ ആണെങ്കിലോ ഉടനെ തന്നെ ജനാർദ്ദനോട് ഒരു കാര്യം പറയും. ദേ, ഈ പോയ പയ്യനില്ലേ അലോക്, അവനൊരു വേതാളമാണ്. അവന്റെ രക്തം കുടിച്ചു കഴിഞ്ഞാൽ ഭാസ്കറിന് തിരികെ ചെന്നായിയായി മാറുവാനായും കഴിയുമെന്ന് പറഞ്ഞ് അലോക് ഇരുന്ന സ്ഥലത്തെ ഒരു തുണിയെടുത്ത് ഫാദർ ആണെങ്കിലോ ജനാർദ്ദന് കൊടുത്തു. ജനാർദ്ദൻ ആ തുണിയുമായി ഭാസ്കറിനടുത്തേക്ക് എത്തി. ആ തുണി ഭാസ്കറിനെ ഏൽപ്പിച്ചിട്ട് കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു. ഭാസ്കർ ഉടനെ തന്നെ തുണിയുടെ സ്മെല്ല് പിടിച്ച് അലോകിനടുത്തേക്ക് എത്തും. എന്നിട്ട് അലോകിനെ കടിച്ച് അവന്റെ രക്തം കുടിക്കുവാനായിട്ട് ഭാസ്കർ ശ്രമിക്കും. പക്ഷേ ഒരു തുള്ളി രക്തം പോലും കൊടുക്കുവാനായിട്ട് അലോക് തയ്യാറായില്ല. അലോക് തിരിച്ച് ഭാസ്കറുമായി ഫൈറ്റ് നടക്കുന്നു. ഭാസ്കർ എത്ര തന്നെ അലോകിനെ കടിക്കുവാനായി ശ്രമിക്കുമെങ്കിലും അതിനുള്ള അവസരം അലോക് കൊടുക്കുന്നതേയില്ല. ഭാസ്കറിന്റെ ആവശ്യമെന്ന് മനസ്സിലാക്കിയ അലോക് തന്റെ ഒരു തുള്ളി രക്തം ഭാസ്കറിന് കൊടുക്കുന്നു. ആ രക്തം കുടിച്ചതും ഭാസ്കർ പഴയതുപോലെ തന്നെ ചെന്നായിയായി മാറും. ചെന്നായിയായി മാറിയ ഉടനെ തന്നെ ഭാസ്കർ അലോകിനെ ബിൽഡിങ്ങിന് മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് കൊല്ലുവാനായി നോക്കും. പക്ഷേ അതേ സമയം തന്നെയായിരുന്നു അവിടേക്ക് താരിക എത്തിയതും അലോകിനെ അവൾ രക്ഷിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഭാസ്കർ അവിടെ നിന്ന് പോകും. എങ്ങനെയെങ്കിലും അലോകിനെ കൊന്ന് അവന്റെ മുഴുവൻ രക്തവും കുടിക്കണമെന്ന് ഭാസ്കർ തീരുമാനിക്കും. ഇപ്പോൾ ചെന്നായിയായി മാറി ഇനി അവന്റെ മുഴുവൻ രക്തവും കുടിച്ചാൽ ഒരുപാട് പവർ തനിക്ക് കിട്ടുമെന്നാണ് ഭാസ്കർ കരുതുന്നതും. അതിനു വേണ്ടിയിട്ടാണ് ഭാസ്കർ കരുതി കൂട്ടിയിരിക്കുന്നതും. എന്നാൽ താരികയ്ക്കടുത്തേക്ക് എത്തിയ ആ ഒരു വേതാളമായ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, നീ റൂൾസിന് അതീതമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. നീ അലോകിനെ കടിക്കാതിരിക്കണമായിരുന്നു, എങ്കിൽ അവൻ ഒരിക്കലും വേതാളമാകില്ല. ആ ഭാസ്കർ ആണെങ്കിലോ എങ്ങനെങ്കിലും ഇവനെ കൊന്ന് ഇവന്റെ രക്തം കുടിക്കണമെന്ന് കരുതിയാണ് നടക്കുന്നത്. ഇതിനെല്ലാം കാരണം നീയാ. നീ ചെയ്തത് വലിയ തെറ്റായതുകൊണ്ട് തന്നെ ഉടനെ തന്നെ യക്ഷസാനെ മോചിപ്പിക്കും. അതുകൊണ്ട് തന്നെ യക്ഷസാൻ അനുഭവിക്കേണ്ട ശിക്ഷകളെല്ലാം ഇനി താരികയാണ് അനുഭവിക്കേണ്ടതെന്നും ആ വേതാളം പറയുന്നു. അതിനുശേഷം വേതാളമായ ഇൻസ്പെക്ടർ ആണെങ്കിൽ അലോകിനെയും താരികയും കൂട്ടി ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകും. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം വേതാളങ്ങൾ തന്നെയായിരുന്നു. അവിടെ ഒരുപാട് രക്തമുണ്ടായിരുന്നു. ഒരുപാട് രക്തം അലോകിനെ കൊണ്ട് കുടിപ്പിക്കും. അവസാനം കുടിച്ചു കുടിച്ച് അവന്റെ ബോധം പോകും. അലോകിന് ബോധം വന്ന സമയത്ത് താരികയെ കാണുന്നില്ല. താരികയെ വേതാളങ്ങളെല്ലാം യക്ഷസാന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിരുന്നു. താരിക റൂൾസ് എല്ലാം ബ്രേക്ക് ചെയ്തത് കൊണ്ട് തന്നെ യക്ഷസാനെ മോചിപ്പിച്ച് ഇനി യക്ഷസാൻ അനുഭവിക്കേണ്ട ശിക്ഷകളെല്ലാം താരിക അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് താരികയെ വേതാളങ്ങളെല്ലാം യക്ഷസാന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നതും. ഇതെല്ലാം അറിഞ്ഞ് അലോകിന് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അവൻ ഉടനെ തന്നെ അവന്റെ അച്ഛന്റെ അടുത്ത് വന്ന് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയും. അച്ഛൻ പറയുന്നത്, നീ എത്രയും വേഗം പോയി അവളെ രക്ഷിച്ചു കൊണ്ടുവരണം.
ഞാൻ എന്റെ മരുമകളായി അവളെ സ്വീകരിച്ചു കഴിഞ്ഞുവെന്നും അച്ഛൻ പറയുന്നു. അച്ഛൻ അവളോട് ഇപ്പോൾ ഒരു വെറുപ്പുമില്ല. അവളെ മരുമകളായി തന്നെ അച്ഛൻ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ അവൻ പറയുന്നതോ, അവിടെ പോകുന്നതിന് ഒരുപാട് റൂൾസ് ഉണ്ട്. അതെല്ലാം ബ്രേക്ക് ചെയ്യുവാനായിട്ട് കഴിയില്ല എന്ന് പറയുമ്പോൾ, നിനക്ക് വേണ്ടിയിട്ട് അവൾ എന്തെല്ലാം റൂൾസ് ബ്രേക്ക് ചെയ്തു. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അവൾ അത് അനുഭവിക്കുന്നതും. അതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് നീയും റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്യണം. എന്നിട്ട് അവളെ രക്ഷിച്ചു കൊണ്ടുവരണമെന്നും അച്ഛൻ അവനോട് പറയുന്നു. അച്ഛൻ പറയുന്നത് കേട്ട് അവനാണെങ്കിൽ ഒരുപാട് പ്രചോദനമായി. ഉടനെ തന്നെ ആ ഒരു കാട്ടിലേക്ക് തന്നെ പോവുകയാണ്. പക്ഷേ കാട്ടിലെത്തിയപ്പോൾ വേതാളങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് അവനെ അറിയുവാനേ കഴിയുന്നില്ല. കാട് മുഴുവൻ അവൻ അന്വേഷിക്കും. അവസാനം അവൻ ഒരു മരത്തിൽ കൈവയ്ക്കുന്ന സമയത്ത് ഒരു മരം മറ്റൊരു വശത്തേക്ക് ദിശ കാണിച്ചു കൊടുക്കും. അങ്ങനെ മറ്റൊരു മരം അവന് വീണ്ടും വീണ്ടും വഴി കാട്ടിക്കൊടുത്തുകൊണ്ടേയിരുന്നു. ഈ വേതാളങ്ങളെല്ലാം ആരും അറിയാതെ ഒരു രഹസ്യ സങ്കേതത്തിലാണ് താമസിക്കുന്നത്. അവസാനം മരങ്ങളെല്ലാം വഴി കാട്ടിക്കൊടുത്ത് അവനെ ആ ഒരു രഹസ്യ സങ്കേതത്തിൽ കൊണ്ടുവന്നെത്തിക്കും. അവിടെ എന്താണ് നടക്കുന്നതെന്ന് അലോക് മാറി നിന്ന് നോക്കി മനസ്സിലാക്കുകയാണ്. താരിക ഒരുപാട് റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്തത് കൊണ്ട് തന്നെ യക്ഷസാനെ മോചിപ്പിച്ചിട്ട് അതിനു പകരം താരികയെ ഗുഹയ്ക്കുള്ളിൽ അടച്ചിരിക്കുകയാണ്. യക്ഷസാൻ പുറത്തു വന്നതും ഉടനെ തന്നെ യക്ഷസാനെ എല്ലാവരും തമ്മ എന്നാണ് വിളിക്കുന്നത്. തമ്മ എന്നാൽ നേതാവ് എന്നാണ് അർത്ഥം. യക്ഷസാൻ ആണെങ്കിലോ പുതിയ പുതിയ റൂൾസ് ഒക്കെ കൊണ്ടുവരുന്നു. ഇപ്പോൾ നേതാവ് യക്ഷസാൻ ആണല്ലോ. യക്ഷസാൻ പറയുന്നത് എല്ലാ മനുഷ്യരെയും കടിച്ച് അവരെ വേതാളങ്ങളാക്കി മാറ്റണം. കൂടാതെ താരികയെ 100 വർഷം തടങ്കലിൽ അടയ്ക്കണമെന്നും യക്ഷസാൻ പറയും. അത് കേട്ട അലോക് ആണെങ്കിലോ 100 വർഷം വേണ്ട, 2 വർഷം അടച്ചാൽ മതിയെന്നും യക്ഷസാനോട് വന്ന് പറയുമ്പോഴോ അത് കേൾക്കുവാനായിട്ട് യക്ഷസാൻ കൂട്ടാക്കുന്നില്ല. അവനെ അടിച്ച് പുറത്താക്കുവാനായിട്ട് തന്റെ സൈന്യത്തോട് പറയും. അലോകിനെ അടിക്കുവാൻ വന്ന സൈന്യത്തെയെല്ലാം അവൻ അടിച്ച് പറത്തും. മാത്രവുമല്ല അതെല്ലാം കണ്ടുകൊണ്ട് നിന്ന യക്ഷസാനാണെങ്കിലോ ഉടനെ തന്നെ തന്റെ സൈന്യത്തെ കടിച്ച് രക്തം കുടിച്ചിട്ട് വീണ്ടും ശക്തി വർദ്ധിപ്പിക്കുന്നു. അതിനുശേഷം അലോകിനെ അടിക്കുവാനായും ചെല്ലും. മാത്രവുമല്ല താരികയും കൊല്ലണമെന്നാണ് യക്ഷസാൻ കരുതിയിരിക്കുന്നത്. പക്ഷേ അലോക് അതിനു മുൻപായിട്ട് താരികയെ അവിടെ നിന്നും രക്ഷപ്പെടുത്തിയിരുന്നു. എന്നിട്ട് യക്ഷസാനുമായിട്ട് ഫൈറ്റ് ചെയ്യുവാനായും പോകും. പക്ഷേ യക്ഷസാനാണെങ്കിലോ അധികം ശക്തികളൊക്കെ വന്നിരുന്നു. യക്ഷസാന്റെ ശക്തികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുവാനായിട്ട് അലോകിന് കഴിഞ്ഞില്ല. യക്ഷസാനാണെങ്കിലോ അലോകിനെ കടിച്ചു കൊന്നുകളയും. അതോടുകൂടി വീണ്ടും അലോക് മരണപ്പെടുകയാണ്. അത് താരിക കാണും. താരികയ്ക്ക് അത് സഹിക്കാനായില്ല. അവൾ ഉടനെ തന്നെ അവിടെ നിന്ന് അലറി കരയുകയാണ്. അവളുടെ കരച്ചിൽ അവിടെയുണ്ടായിരുന്ന ദേവത കേൾക്കുന്നു. ദേവതയുടെ ശക്തിയെല്ലാം നേരെ അലോകിന്റെ ദേഹത്തേക്ക് പ്രവേശിക്കും. അതോടുകൂടി വീണ്ടും അലോകിന് ജീവൻ വെക്കുകയാണ്. പക്ഷേ വേതാളമായി മാറിയ സമയത്ത് അലോകിന് ഹൃദയമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ദേവതയുടെ ശക്തിയെല്ലാം അലോകിന്റെ ദേഹത്തേക്ക് പ്രവേശിച്ചപ്പോൾ അവന് വീണ്ടും ഹൃദയം തുടിക്കുവാനായും തുടങ്ങി. അലോക് ഇപ്പോൾ ഹൃദയമുള്ള വേതാളമായി മാറിയിരിക്കുന്നു. അവരുടെ റൂൾസ് പ്രകാരം ഹൃദയമുള്ള വേതാളം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരായിരിക്കും ആ ഒരു വേതാളത്തിന്റെ തലവൻ എന്നുണ്ട്. ഇപ്പോൾ വേതാളങ്ങളുടെ മുഴുവൻ തലവനായി മാറിയിരിക്കുകയാണ് അലോക്. മാത്രവുമല്ല യക്ഷസാനേക്കാളും ഇരട്ടി ശക്തിയും അലോകിനുണ്ട്. അതുകൊണ്ട് തന്നെ അലോക് യക്ഷസാനെ കൊല്ലുവാനായി പോകുന്ന സമയം തന്നെ താരിക വന്ന് അവനെ തടയും. നീ അവനെ കൊന്നു കഴിഞ്ഞാൽ അവനും നീയും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് താരിക ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും യക്ഷസാനെ പിടികൂടിയ അലോക് അവനെ തടവറയിൽ അടയ്ക്കുകയാണ്. അങ്ങനെ അലോക് വീണ്ടും വേതാളങ്ങൾക്കും മനുഷ്യർക്കുമിടയിൽ അവരുടെ രക്ഷകനായി തന്നെ ഒരു തലവനെ പോലെ ജീവിച്ചു പോകുന്നു. എന്നാൽ മറ്റൊരു വശത്ത് തടവറയിൽ കിടക്കുന്ന യക്ഷസാനെ കാണുവാൻ വേണ്ടിയിട്ട് ആ ചെന്നായിയെ അടിച്ച ആ ഒരു രാക്ഷസനിലെ ആ രാക്ഷസൻ എത്തുകയും അവിടെ നിന്നും യക്ഷസാനെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. യക്ഷസാന്റെ ആവശ്യം എന്തെന്നാൽ മനുഷ്യരെല്ലാം കടിച്ച് വേതാളമാക്കി മാറ്റി തനിക്ക് വേണ്ടിയിട്ട് ഒരു സൈന്യത്തെ രൂപീകരിക്കണം എന്നതായിരുന്നു. അതെല്ലാം അറിയുകയാണ് അലോക്. അലോകിന് യക്ഷസാനെ കാട്ടിയും ശക്തി കിട്ടണമെങ്കിൽ ചെന്നായിയെ കടിച്ച് അതിന്റെ രക്തം കുടിക്കണം. എങ്കിൽ മാത്രമേ യക്ഷസാനെ കാട്ടിയും ഇരട്ടി പവർ അവന് കിട്ടുകയുള്ളൂ. ചെന്നായിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അലോക്. എന്നാൽ മറ്റൊരു വശത്ത് ചെന്നായ് അലോകിനെ തേടി വരികയാണ്. അലോകിന്റെ രക്തം കുടിച്ച് ഇരട്ടി പവർ സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ടാണ് ചെന്നായ് അലോകിന് നേരെ വരുന്നതും. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.